ഈ സാധനം കയറി നോക്കിയാ അതിപ്പോ തന്നെ ചാവാനായി. നമ്മള് വേറൊരു സാധനം കൂടി ട്രൈ ചെയ്ത് വെക്കാൻ പോവാണ്. ഏതാ പ്രായം നോക്കിയാ ഗൈസ്. നിങ്ങള് വൈബൊന്ന് ആലോചിച്ച് നോക്കണം. മൊട്ട വെയിലത്ത് വന്നിട്ട് ഊഞ്ഞാലാടുക. ഏതാ വൈബില് വലിയൊരു തുകയാ. അതാണ് ബുർജ് ഖലീഫമ്മ. എന്തൊക്കെയാ പറിച്ചുണ്ട് ചോദിച്ചു നോക്കാം. എടാ എന്താ പറിച്ചനെന്താ വിത്തോ ബൈ ക്യായേ പേടിച്ച് വണ്ടി കഴിച്ചു. ഏതൊക്കെ ഭാഷയിലൊക്കെ എഴുതി വെച്ചാണ്. കന്നഡയാണ് തോന്നുന്നു. അതിന്റെ അടിയിൽ ഹിന്ദി ഉണ്ട്. എന്ത് ആ ദുസ്ത് ബിന്ന് അല്ലേ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഞങ്ങള് പെരിയിലല്ലേ ഗൈസ്, ഞങ്ങള് വേറൊരു സ്ഥലത്താണ്. ഞങ്ങളിപ്പോ റൂമിലാണ്. ആർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഉണ്ട്, എൻ്റെ മദർലോ ആയിട്ടുള്ള നസീർ അവറുകളും ഉണ്ട്. കണ്ണാടി ലോകി കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞോ? ഉറക്കം ശരിയാവത്തിക്കൊണ്ടേ നോക്കിയാ ഉറങ്ങിയിട്ട് നോക്കിയാ മോന്തായ നോക്കിയത് ചൈനക്കാരല്ല, അതിനപ്പുറം കഴിച്ചാണ്. പനിയും ജലദോഷമൊക്കെ ഉണ്ട്, അതുകൊണ്ടാവും. അതന്നെ ഗൈസ്. ഞങ്ങള് ഇപ്പൊ എവിടെ വെച്ച് കഴിഞ്ഞാല് ഞങ്ങളിപ്പോ എവിടെ മംഗലാപുരത്താണ് ഉള്ളത്. അതായത് നമുക്കിവിടെ കഴിഞ്ഞ പ്രാവശ്യം നാളെ നമ്മള് അവസാനമായിട്ട് നമ്മളൊന്നും ഇങ്ങോട്ട് വന്നേ 2-3 മാസമായില്ലേ. 2-4 മാസം അതിനും കൂടുതലായി തോന്നുന്നു എനിക്ക്. ഒരു 4 മാസം കഴിക്കാനും. അന്ന് നമുക്കൊരു വർക്ക് ഉണ്ടായിന്, അന്ന് നമ്മൾ വന്നാണ്. പിന്നെ ഇപ്രാവശ്യം നമുക്കൊരു വർക്ക് കിട്ടി. അപ്പൊ നമ്മള് 2ാമത്തെ പ്രാവശ്യം ഗൈസ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ അതാക്കണേ ഞങ്ങള് റൂമിലാണ്. ഇന്നലെ രാത്രി എടുക്കണം വിചാരിച്ചാണ്, വീഡിയോ എടുക്കണം വിചാരിച്ചാണ്. പിന്നെ ഭയങ്കര മഴയല്ലേ. ഞങ്ങൾ ഇന്നലെ എങ്ങനെ ഇറങ്ങിയാലേ ഇവിടെ ഇരിക്കും. നമ്മൾ സ്റ്റോറി പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ ഇന്നലെ പെരിന്ന് ഇറങ്ങിയിട്ട് എപ്പോഴാണ് നമ്മള് പെരിന്ന് ഇറങ്ങിയത്? 3:10 ഞങ്ങൾ രാവിലെ പെരിന്ന് ഇറങ്ങി. രാവിലെ അല്ല, ഉച്ച കഴിഞ്ഞിട്ട്. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെ പെരിന്ന് ഇറങ്ങി. ബൈക്കുമ്മ ഇറങ്ങിയിട്ട് ഞാനും ഈ നിലമ്പൂർ KSRTC പോയാണ്ട് അവിടെ വണ്ടി വെക്കല്, KSRTC ബസ് അവിടുന്ന് എടുക്കലും ഒപ്പാണ്. എന്നിട്ട് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് പിന്നെ ഞങ്ങൾ കോഴിക്കോട് പോയി ഇറങ്ങി. കോഴിക്കോട് ചെന്നിട്ട് ഒരു 5-10 മിനിറ്റിന്റെ ഗ്യാപ്പില് അപ്പൊ ട്രെയിൻ വന്നു. അങ്ങനെ കയറി പോയതാണ്. ഇവിടെ എത്തിയപ്പോ ഏകദേശം ഒരു രാത്രി 10 മണി ആ ടൈമൊക്കെ ആയി. പപ്പൂല്ലേ നമുക്ക് ഇറങ്ങല്ലേ മാസം. ഇത് കഴിച്ച് നമ്മളെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ തന്നെ ഇട്ടിക്കണത് ഒക്കെ എടുത്തിട്ടില്ലേ? വേറെ ഒന്നും എടുക്കാനൊന്നുമില്ലല്ലോ. ഞങ്ങള് കഴിച്ച് എടുത്തോ ഒരിക്കോ വലിച്ചോടുന്നേ. ഞങ്ങള് കഴിച്ച് ഒന്നാമത് വലിച്ചെടുക്കാൻ വെച്ചിട്ടോ രാത്രി ഏകദേശം ഒരു 10 മണി സംതിങ് ആയി ഇവിടെ എത്തിയപ്പോ. പിന്നുള്ളത് ഇന്നലെ രാത്രി തന്നെ എത്തിയിട്ട് പുറത്ത് പോയി ഫുഡ് കഴിച്ചു. ഭയങ്കര മഴയാണ്, ചീച്ചില് മഴയാണ്. നമ്മള് വീടെടുക്കാനൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷെ വീടെടുക്കലൊന്നും നടന്നില്ല. ഇന്നിപ്പോ കുറെ തെളിച്ചൊക്കെ ഉണ്ട്, കണ്ടോ? കുറെ തെളിച്ചൊക്കെ ഉണ്ട്. ഇന്ന് മഴയല്ല, ഇവിടെ ഇങ്ങോട്ട് മഴയല്ല. അത് ശരി. ഒരു വാതില് ലോക്കാക്കാൻ അറിയില്ലേ? ഇത് നോക്കിക്കാം. അത് പൂടിയിട്ടൊന്നുമില്ല. ഇങ്ങോട്ട് വരി. എന്നിട്ട് ഓക്കെ. ഒരു വാതില് ലോക്കാക്കാൻ അറിയില്ല ഗൈസ്. ഈ ആളി കൊണ്ടേ തെണ്ടാൻ ഇറങ്ങിക്കണേ. അത് നമ്മള് അന്ന് ഗൈസ് നമുക്ക് നല്ല പ്രീമിയം റൂം കിട്ടി. ഇപ്രാവശ്യം നമ്മള് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഗൈസ് നമുക്ക് പൈച്ചെടുക്കാൻ പറ്റാം. നമ്മള് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ചെല്ലാനാണ് അവിടുത്തെ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുവരെ നമുക്ക് ടൈമുണ്ട്. അപ്പൊ ആദ്യം ചായ കുടിക്കാനൊക്കെ പോകണം. എന്നിട്ട് പിന്നെ ഇവിടെയൊക്കെ തെണ്ടി തിരിച്ചടക്കണം. എന്താണ് ചായക്ക് എന്താ വേണ്ടിയത്? കഴിഞ്ഞ പ്രാവശ്യത്തെ വൈകി ആറ്റുന്നൊരു റെസ്റ്റോറന്റ് കയറിയതാണ്. അതാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയനും നന്നായി. എന്തായാലും ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് ആദ്യം ഇറങ്ങാൻ നോക്കണം, ചായ കുടിക്കാൻ വേണ്ടി. അങ്ങനെ ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മദർജി എന്താണ് ഒരു ഉന്മേഷവും ഊറ്റൊന്നും ഇല്ലാത്ത? അതുകൊണ്ടോ കുറച്ചെണ്ണം നീക്കാം. എനിക്ക് ഓടി ഇരിക്കാൻ സ്ഥലം കിട്ടീന്. എന്താ പറയണേ? അതെന്താ ചോദിച്ചേ? എന്താ വേണ്ടിയേ? കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര പരാതിയാണ് ഗൈസ്. ഞാന് മംഗലാപുരത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടുന്ന് എന്താ പറയുന്നത് മസാല ദോശ വാങ്ങിക്കൊടുത്താൽ പറ്റിച്ചു. അതായത് വെജിറ്റേറിയൻ വാങ്ങിക്കൊടുത്ത് പറ്റിച്ചു. ഉമ്മ ബീഫ് കേട്ടോ, ഇവിടെ ബീഫില്ല, ചിക്കനും ഇതൊക്കെ തിന്നാൻ പൂതിച്ചിട്ടാണ് ഉമ്മ വന്നതിന്. പക്ഷെ ഉമ്മാനെ ഞാൻ പറ്റിച്ചെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം എന്താ വേണ്ടിയേ? ആ പരാതി ഇപ്രാവശ്യം ഉണ്ടാകാൻ പാടില്ല. ഒന്നല്ല, എന്താ വേണ്ടി ചോദിച്ചു? എന്ത് നോക്ക പറ, എന്താ വേണ്ടിയേ? ചോയട്ടൂലേ? അങ്ങനെയാണെന്ന് ഞാൻ പറയുമ്പോ വെജിറ്റേറിയനാണെന്നോ? ഇപ്പൊ ഇവിടുന്ന് ചായ കുടിക്കണം. ഓർഡർ കൊടുത്തിട്ടില്ലല്ലോ. അത് ഞാൻ മമ്മൂട്ടി എന്ന് പറയോ?
ചെന്നാണ് പറയാ ഇവിടുന്ന് എന്തെങ്കിലും പറയട്ടെ ഗൈസ്, എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് മെല്ലെ ഇറങ്ങാൻ നോക്കണം ഗൈസ്. ഞാനതല്ല ആലോചിച്ചേ, ഓർഡർ ചെയ്തു ഞാൻ കാട്ടിത്തരാം. 2 മസാല ദോശ, 1, 2. അതെന്ത് ചിക്കനും ഇതൊക്കെ വേണം പറഞ്ഞിട്ട് എന്ത് ഇതിന്റെ പേരെന്താ? മസാല ദോശ. മസാല ദോശ. ഇപ്രാവശ്യം വെജിറ്റേറിയൻ തന്നെ ആക്കാറുണ്ട്. ഞാൻ എന്താ അടുത്ത പ്ലാൻ? ഉച്ചക്ക് ഇനി ചിക്കൻ വേണ്ടിയേ? ഒരു മസാല ദോശന്റെ വലിപ്പം നോക്കിയാ മടക്കാതെ നല്ല ഉണ്ടോ? തുറന്നു നോക്കിയാ, ഒന്ന് തുറന്നു നോക്കിയമ്മ. പാത്രത്തില് ഗൈസ് ഒരു മസാല ദോശന്റെ വലിപ്പം എത്രക്കും ഉണ്ട്. നീണ്ടല്ല പേരുന്നത്. അത് ശരി, നീണ്ടതോ? ഓ അങ്ങനെ ഇത്രക്കും വലിപ്പമുണ്ട്. അത് മടക്കി വെച്ചോളഞ്ഞി, മടക്കിയാട് തിന്നാൻ നോക്കിക്കളാ. എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് ഇതിൽ തന്നെ മസാല ദോശയിലുള്ള കുറച്ച് സാധനങ്ങളും ഉണ്ടാവും, പിന്നെ ഇതിൽ ചട്നി ഉണ്ടാവും, പിന്നെ വേറൊരു കറി ഉണ്ടാവും. മോണ്ടന്റെ മമ്മാന്റെ ഒക്കെ അവസ്ഥ എന്താണോ? ഇന്നലെ രാത്രി വിളിച്ചില്ലേ? എത്തിയാറൊക്കെ വിളിച്ചീന്. ഇവിടെ ഇല്ലാഞ്ഞിട്ട് പൂച്ചക്കുട്ടികളൊന്നും മുണ്ടണില്ല. തെറ്റിയോ? പൂച്ചക്കുട്ടികളെ കൊണ്ടുവരാത്തില്ലേ? പിന്നെ വേറെ നോക്കിട്ടാ, ഇപ്പോ ഇമ്മമ്മി മോട്ടിലും വന്നിട്ടില്ല. ഞാൻ ഇമ്മമ്മീൻ തന്നെ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വിചാരിച്ചിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യയിലും ഇമ്മമാനി മോട്ടിലും കൂടി കൊണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഇമ്മമാക്കാണെന്നുണ്ടെങ്കിൽ ട്രാവലിങ്ങിന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ, എത്ര നേരം വരും? ആ ചായത്തിലെ അത് കുഴപ്പമില്ല, എല്ലാം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇത് നല്ലോണം മധുരം കൂട്ടിട്ടോ, മിക്കവാറും ഷുഗർ വരും. ഞാൻ എന്താ പരിപാടി? കഴിച്ചുണ്ട് എന്നിട്ട് കഴിച്ചുകൊണ്ട് പോവല്ലേ? ഞങ്ങളുടെ പൊടിച്ചായ പറഞ്ഞിട്ട് പൊടി ഇല്ലാത്ത ചായ എടുത്തിട്ടുണ്ട്. ഇത് പൊടി ഉണ്ടല്ലോ, നല്ല പൊടി ഉണ്ട്. അത് നോക്കിയാ, അത് കാണാൻ നോക്കിയാ അതിന് കുഴപ്പമില്ല. കിട്ടിയ കൊണ്ടാണ് നീച്ച് പോവുക. ഒരു നമ്മളാണല്ലോ അല്ലേ കഴിച്ചത്. അത് മധുരം ഇളക്കിയിട്ടുണ്ടാവൂലേ, അതായി കയറാം. എന്തായാലും ഞങ്ങൾ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ നോക്കാം. തിന്നോ. മോൻ നോക്കിയാ ഗൈസ്, ചൈനക്കാരൻ നൊന്തല്ല. നോക്കിയാ കണ്ണും ചെറിയ നോക്കിയാ നന്നായി. തുറന്നു പിടിച്ചോളാ ഗൈസ്. ഞങ്ങള് ചായ ഒക്കെ കുടി കഴിഞ്ഞു. ഞങ്ങൾ നേരെ പോണത് ഇവിടെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിന് ആ പാർക്കിക്ക്. അപ്പം അവിടെ പോയപ്പം നല്ല രസമുണ്ടായി. അന്ന് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ കാണണ്ടേ. അന്ന് എന്തൊരു ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടായില്ലേ. ഇപ്രാവശ്യം ഉണ്ടോ അറിയില്ല. എന്തായാലും പോയി നോക്കണം. പോയി നോക്കി കഴിഞ്ഞാൽ അറിയുള്ളൂ ഫെസ്റ്റിവൽ ഉണ്ടല്ലേ. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെസ്റ്റിവൽ കാണാം. അന്നാണ് നമുക്ക് അവിടുന്ന് ഒരു കുരക്കില്ല ഗുളിക വാങ്ങിയിട്ടുണ്ടായിന് അല്ലേ? ഗുളികല്ല, അതായത് കുപ്പിമരുന്ന്. ഇന്റെ കഫക്കെട്ടും ജലദോഷമൊക്കെ ഈ കൂടെ പോയി എന്നറിയില്ല കേട്ടോ. ആ ഒരു ഗുളികേണ്ടത് അല്ല, ഗുളികല്ല, ഒരു കുപ്പിമരുന്ന് കുടിച്ചിട്ട് അത്രക്കും നല്ലത് കിട്ടീന്. അത് ഇപ്രാവശ്യം കിട്ടുമെന്ന് അറിയില്ല. അവിടെ പോയി നോക്കണം. ആദ്യം ഒരു ഓട്ടോറിക്ഷ എന്തെങ്കിലും വിളിക്കണം. ഇപ്പൊ ഇടവഴി കൂടെ പോകണേ. അപ്പുറത്ത് ഒരു ഓട്ടോ നോക്കിയിട്ട് അവിടെ ഒരു വണ്ടി ഉണ്ട്, നോക്കി വെക്കട്ടെ. എന്നിട്ട് നേരെ നമുക്ക് ആദ്യം നമ്മളെ അവിടെ പറഞ്ഞ പാർക്കിക്ക് പോട്ടെ. എന്നിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്. നല്ല പാർക്ക് പറഞ്ഞു വന്നിട്ട് ഇവിടെ മുട്ട വെയില കേട്ടോ. ഒരു വിമാനം കാട്ടിത്തരട്ടെ, കറക്റ്റ് ടൈമാണ്. ഓക്കെ, ഒരു വിമാനം പോണു. വാവ്, അത് അതിൻ്റെ ഉള്ളിൽ മേഘത്തിനുള്ളിൽ കയറി. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗലാപുരത്തില്ലേ ഏതോ ഒരു പാർക്കാണ്. ഏതാ പാർക്ക് എന്നൊന്നും വെച്ചറിയില്ല, പക്ഷെ ഒരു പാർക്കാണ്. സംഭവം എന്താ അറിയോ? ഞങ്ങളിവിടെ വലിയ ഊറ്റത്തിൽ വന്നാണ്. ഞാൻ കാട്ടിത്തരാം, ഇവിടുത്തെ അവസ്ഥ കാട്ടിത്തരാം. ഫുള്ള് കാലി ചെയ്യേണ്ടതാണ് കിടക്കണം. ആൾക്കാരൊന്നും കാണാനല്ല. അത് നോക്കിയാ ആൾക്കാരൊന്നും കാണാനല്ല. പക്ഷെ നാളെ ഇപ്പോൾ നല്ല ആൾക്കാരുണ്ടായിന്. ഇവിടെ ചില ടൈമിൽ ഓരോരോ ഫെസ്റ്റ് എടുക്കും. അതായത് പൂക്കളതും പിന്നെ എന്തെങ്കിലും പ്രദർശനത്തിന് വെക്കണ ഓരോ ഫെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ നടക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നീനെ. അപ്പം അന്ന് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആ കൊരൻ്റെ മരുന്നൊക്കെ കിട്ടീനെ. ഇപ്പൊ വന്നപ്പോ ഒരു മനുഷ്യക്കുട്ടി പോലും കാണാനല്ല അല്ലേ? അവിടെ എന്തായാലും ഇവിടം വരെ വന്നാലേ, ഇവിടം വരെ വന്ന് മൂഞ്ചിയ സ്ഥിതിക്ക് നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഈ പാർക്കിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളില്ലെന്ന് ശരിക്കും നോക്കാലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല. അതായത് ഇതിന്റെ ഓരോ സൈഡിൽ മുതൽ ഇങ്ങനെ ഓരോരോ കടകളും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഈ പൂരത്തിനൊക്കെ പോകൂലേ, അതേപോലെയാണ്. ഞാൻ ചെടിയൊക്കെ പറിച്ചെടുക്കല്ലേ, ഇമ്മ ആട്ടി വിട്ടിട്ടോ. തൊട്ടോക്ക. എന്നിട്ട് ഗൈസ് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പള്ളിപ്പെരുന്നാളും അതേപോലെ അമ്പലത്തെ പൂരത്തിന്റെ പരിപാടിക്കൊക്കെ ഓരോരോ കടകൾ ഓപ്പൺ ചെയ്യൂലേ, അതേപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടായിന് ഇവിടെ അന്ന് കേട്ടോ. ഫെസ്റ്റിവലാണ് ആ ടൈമിൽ. ഫെസ്റ്റിവൽ എന്താണ്, ഇപ്പോൾ ഒരു ഫെസ്റ്റിവലും ഇല്ല.
ഇവിടെ നോക്കിയാ ഇതെന്താ ടവറോ ബുർജ് ഖലീഫ നോക്കിയാ ഗൈസ് ഇവിടെ കാണാൻ നല്ല സ്ഥലങ്ങളുണ്ട് അല്ലേ എന്താ വള്ളമൊക്കെ വെച്ചിക്കണ ഇവിടെ ഫയർ ഡാൻസ് ഒക്കെ ഉണ്ട് മാ പക്ഷെ നമുക്ക് ഭാഗ്യല്ല അതൊന്നും കാണാന് മീ അവിടെ നോക്കിയമ്മാ വലിയൊരു നോക്കിയാ അതാണ് ബുർജ് ഖലീഫ അമ്മ ആണ് ഇന്ത്യത്തെ ബുർജ് ഖലീഫ ഇതാ പൊട്ടത്തരം പറയ നോക്കിയാ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് സമ്മതിച്ചൂല ഒക്കെ ഇങ്ങോട്ട് എതിർക്കാൻ നിൽക്കും അറിയില്ലല്ലോ ഞാൻ കണ്ടതിന് ശേഷമല്ലേ മംഗലവരം കാണാൻ തുടങ്ങിയ ആ അപ്പൊ ഞാൻ പറയണ അംഗീകരിച്ചോക്കെ അത് നോക്കിയാ അതിന്റെ സെന്ററിൽ നോക്കിയാ അത് നോക്കിയാ പൂത്തിരി മൈക്കൊരു സാധനം നിക്കണ് ഗൈസ് ഞങ്ങക്ക് ഇവിടെ നല്ല രീതിക്ക് മിസ്സായി കാരണം എന്താ അറിയോ ആ ഫെസ്റ്റിന്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാണ്ടായിന് ഇതിപ്പോ ഒരു അടക്കിയില്ല ഇവിടെ വരെ വന്നിട്ട് അവിടെ കുറച്ച് പാർക്കുകൾ നോക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് മറ്റേ ഇരിക്കണതും കറങ്ങണതും അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ കാണാനുണ്ട് എന്തായാലും ഈ മുട്ട വരുത്തുനിന്ന് മാറിക്കട്ടെ ആദ്യം എന്നിട്ട് ഏതെങ്കിലും തണലത്തേക്ക് പോവുക ഇവിടെ മെയിനായിട്ട് പൂക്കളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉള്ളത് ഞാൻ പറയുമ്പോഴേ ഒരു തൈ ആരും കാണാതാണ് പറിച്ചള എന്ത് ആരും അറിയില്ലേ ബൈക്കൂടെ പോവാ ഏട്ടാ അങ്ങോട്ട് കറങ്ങണ് നോക്കിയാ പലതരത്തിലുള്ള ചെടികളൊക്കെ മുട്ട വെയില് അല്ലെങ്കിൽ മഴ അല്ലെങ്കിൽ വെയില് എവിടെയെങ്കിലൊക്കെ ഒന്ന് ഉറച്ചു കിട ക്ലൈമറ്റ് അപ്പോഴും തിരുമ്പ നമ്മളിപ്പോ പെരിയിലല്ലേ എന്താണാവോ മോണ്ടന്റെയും മമ്മാന്റെയും വർത്താനം ഇന്നലെ രാത്രി വിളിച്ചിനി കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് ഇന്നിപ്പോ വിളിച്ചിട്ടില്ല അപ്പൊ നേരെ ഏകദേശം ആണോ എന്താണ് ഓക്കെ അവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് നിങ്ങൾ ഗൈസ് ഇതാദ്യം ഒന്ന് ചുറ്റട്ടെ എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാട്ടിത്തരാം നോക്കട്ടെ ഇവിടെ ഗൈസ് ഫുള്ള് കപ്പിൾസുകളോ ഇതേമാതിരി ഓരോരോ പൂട്ടാളൊക്കെ ഉള്ളത് എന്തൊക്കെയോ പറിച്ചുണ്ട് ചോദിച്ചോക്കാം എടാ എന്താ പറിച്ചനെന്താ വിത്തോ എന്തോ വിത്താണെന്നൊക്കെ പറയുന്നുണ്ട് എന്താ സാധനം എന്തത് ബൈ ക്യായേ ഇതെന്താ സാധനം എന്താ പേടിച്ച് വണ്ടി ഗൈസ് ആക്കണ അങ്ങോട്ട് പോണാക്കണ് ഇവരോട് നമ്മള് ഒന്ന് ചോദിച്ചാലും പറ്റൂല കാരണം ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയൊക്കെയാന്ന് അറിയില്ലല്ലോ ഒന്ന് ചോദിച്ച് രണ്ടാമത്തിന് അടിയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കഴിഞ്ഞില്ലേ ഇവിടെ നല്ല തണലുണ്ട് കേട്ടോ നല്ല സുഖമായിട്ട് നടക്കാം അല്ലേ ആന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച് ഞങ്ങൾ ഇതിനുള്ളിലൊക്കെ കയറി കണ്ടോ ഇവിടെ കണ്ടോ ചെറിയൊരു ഗാർഡമായിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ അന്നുണ്ടായിനി പക്ഷേ അന്ന് വ്ളോഗ് എടുത്തോവില്ലേ നമ്മള് വെറുതെ അന്ന് കയറിയത് തന്നെ പക്ഷെ അന്ന് കയറിയപ്പോൾ എന്താ അറിയോ ഫുള്ള് പാട്ടും ഒച്ചയും പുളിയാണ് അപ്പോൾ വീട് എടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് അടിച്ചിന് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട് ഓക്കെ ഏതൊക്കെ ഭാഷയിലൊക്കെ എഴുതി വെച്ചാണ് കന്നഡയാണ് തോന്നുന്നു അതിന്റെ അടിയിൽ ഹിന്ദി ഉണ്ട് എന്ത് ഇത് വായിച്ചാ ഇത് വായിച്ചാ ആ ദുസ്ത് ബിന്ന് അല്ലേ അതല്ല ആ എന്നാ അങ്ങനെ അല്ലത് വായിച്ചാ യൂസ് ഡസ്റ്റ്ബിൻ ടു കീപ് ഗാർഡൻ ക്ലീൻ മനസ്സിലായോ ഇംഗ്ലീഷും അറിയില്ല ഒരു ഭാഷ അറിയില്ല ഏതെങ്കിലും ഒരു ഭാഷ അറിയാം മലയാളം തന്നെ തെറ്റിച്ചാണ് പറയണേ രോഗികളാണ് ഗൈസ് രോഗികളാണ് ഇത് നോക്കിയാ ഇവിടെ ഒരു കിളിക്കൂട് എന്തോ ഒരു കൂട് കാണുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഗൈസ് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ പൂക്കളുടെ ഇതേമായിട്ട് ഓരോരോ ഡെക്കറേഷനുകളൊക്കെ അവർ ചെയ്ത് വെച്ചീന് കണ്ടോ ഓരോ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിന് അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പൊ എൻട്രി ഇല്ല അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇതെന്താ തെങ്ങാണമ്മ പനേ ഇതെന്ത് പനേ എനിക്കറിയില്ല എന്ത് പനയാണ് വേറൊരു കോമഡി എന്താ പറയുക ഗൈസ് ഈ ഭാഗത്ത് ഫുള്ള് കപ്പിൾസുകളും അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ കളിക്കാൻ വരുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ അടിക്കണേ ഞാൻ ഈ തള്ളനി കൊണ്ടാ നടക്കണേ ഇവര് വിചാരിച്ചിണ്ടാവും ഇതിപ്പോ ഏതാ ഞങ്ങളിങ്ങനെ കറങ്ങിടക്കാനല്ല വന്നാണ് ഇവിടെയൊക്കെ ഗൈസ് ഒരു ഓഡിറ്റോറിയം എന്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്തൊക്കെ ഉണ്ട് എന്തായാലും ഗൈസ് ഞങ്ങള് ഇവിടെ നല്ല സ്ഥലങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ കേട്ടോ ഗൈസ് ഞങ്ങളിപ്പോൾ വന്ന് പാർക്കിൻ്റെ അവിടെ എത്തി പാർക്കിൻ്റെ അല്ല സോറി മറ്റേ ഓപ്പൺ ജിമ്മിൻ്റെ അവിടെ എത്തി ഇവിടെ അങ്ങനെ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കണ്ടോ കുറേ കയറിക്കണ സംഭവങ്ങളും കൈ കൊണ്ട് ഇറക്കണ സാധനം ഇത് ഇന്നാളെ നമ്മൾ മമ്മാനെ കൊണ്ട് ചെയ്യിപ്പിച്ച സാധനം നമ്മളവിടുന്ന്
പിന്നെ ആക്കണ കയറിക്കണ കുറേ സാധനം ഉണ്ട്. പിന്നെ ആക്കണ വേറെ എന്തറിയോ, അവിടെ ആക്കണ മറ്റേ അതിൻ്റെ മുകൾക്കൊക്കെ കയറിയാണ്ട് ഇറങ്ങണ മറ്റേ സാധനം ഉണ്ട്. പിന്നെ കണ്ട് ഇവിടെ കണ്ടോ താന്നും പൊന്നി കളിച്ചണേ ഓരോ സാധനം ഉണ്ട്. നമുക്ക് മന കയറ്റി വെക്കാം. ഇതൊന്ന് കയറി നോക്ക്. കയറി 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 നോക്കട്ടെ. അതെന്താ സാധനം മനസ്സിലായോ? ആ കാല് വെജാതാക്കിയല്ലേ. മെല്ലീശാക്ക് ബാലൻസ് ചെയ്താക്കി മെല്ലെ. അവിടെയൊക്കെ കേസ് വേറെയും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ അവിടെയൊക്കെ വേറെ ഉണ്ട്. അങ്ങോട്ട് നമുക്ക് പോകാം. ബാ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇതാക്കണം, ഇങ്ങനെ കയറാം. ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇതാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടോ ഇങ്ങനെ ആക്കണം. അതിനൊക്കെ ഒരു രീതി ഉണ്ട്, ശാസ്ത്രീയമായ വശമുണ്ട്. ഇതൊന്നും അറിയില്ല. നേടുവാ നമുക്ക് ഇനി വേറെ സാധനത്ത് നമുക്ക് കയറാം. എന്താ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള കുറേ സാധനം ഉണ്ട്. ഇവിടെ അമ്മൂമ്മ സ്നാനം ചെയ്യണം, അപ്പുറത്ത് നമ്മൾ ശല്യപ്പെടുത്തണ്ട. വാ ഇവിടെ ഇതാക്കണ അത് കയ്യിൻ്റെ കറക്ക് മെഷീൻ അടിക്കുന്ന സാധനം എന്നല്ല. ഇമ്മ പറയുന്നത് എന്തറിയോ, നമ്മളെ നാട്ടിലുണ്ടായില്ലേ ഒട്ടുപാൽ ഇറക്കണം, അതായത് റബ്ബറും പാല് ഇതാക്കിയാണ്ട് കറക്കണത്തെ സാധനം ഉണ്ടല്ലേ, അതാണെന്നാ പറയുന്നത് അതിന്റെ മെഷീൻ്റെ വൈക്കുന്നത്. ചള്ളിയാണ് കേസ്. ബാ നോക്കിയാമല്ലോ പൊളിഞ്ഞാണല്ലോ. പിന്നെ ഏറ്റി പോകേണ്ടിയിരുന്നു ഞാൻ. പണി കൂട്ടല്ലേ. ഈ സാധനം കയറി നോക്കിയാ അങ്ങേ തലക്കിരിക്ക്, ഞാനിങ്ങേ തലക്കിരിക്കാം. നോക്കാം ഇല്ല കൊയ്യാളാ നോക്കണോ. കേറി നോക്കട്ടെ, കേറി ഇരിക്ക്. പൊളിഞ്ഞാടരുത് കേട്ടോ. ബാക്കിലെടുക്കണ മുമ്പിലെടുക്കണേ, ബാക്കിലെടുക്കണ്ടിയ അതാക്കണ ഉമ്മ. ഇത് പറയണ വായിക്കല്ല കേട്ടോ ഗീസ്. നല്ല സുഖമാണ്. ഉമ്മക്ക് കുറച്ച് വെയിറ്റ് ഉണ്ട് തോന്നണ്. അതിപ്പോ തന്നെ ചാവാനായി. ഞാൻ കുറച്ച് പൊന്തിക്കാണി ഇരുന്ന ഇത് നല്ല രസമാണ്. ഈ താന്ന് പൊന്തി കളിച്ചാൽ നമ്മള് നാള് പണ്ട് റിസോർട്ടിൽ കൊടുക്കാൻ പോയപ്പോ എടുത്തില്ലേ അതേമാതിക്ക് ഇതാക്കിന് അന്ന് കേറിയിനി. ഇങ്ങോട്ട് വാ, മുമ്പ് ഇരിക്കും, മുമ്പോ. ഇതെന്തത് കടന്ന് മുക്കണ്. ഒരു വൈക്കോ പറ്റൂല കേസുമാരി കൊണ്ട്. ആ ഇരുന്നു, ഞാനും മുമ്പ് ഇരിക്കട്ടെ. നമുക്ക് എന്താ ഒന്നാ പൊന്തുമില്ല. ഇത് ഭയങ്കര ടാസ്ക് കേട്ടോ. ആണോ ഇപ്പൊ വീണീനി നോട്ടെ ഒന്നുകൂടി തയ്ക്ക. ഇത് മതി ഇതൊക്കെ ഇങ്ങനെ അട്ടിട്ട് താവണില്ല. തൊട്ടടുത്തായിക്കൊണ്ടേ ഒന്ന് പൊന്തിക്കാണി. ഇതറിയിക്കളി, ഇത് കുറച്ച് ഡേഞ്ചറാ. ഇത് വേണ്ടേ നമുക്ക് വേറെതൊക്കെ. വാ ആ വെള്ളമുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. വാ ഊഞ്ഞാലുണ്ട് ഗൈസ്. മൊട്ട വെയിലുണ്ട്, അതാണ് പ്രശ്നം. ഇതിൽ വെള്ളമല്ല, ഇതിൽ വെള്ളമല്ല, അതിലിരിക്കണ്ട, ഇതിൽ വെള്ളമല്ല. അങ്ങനെ കയറിക്കാണി. എന്നിട്ടൊരു ഒറ്റ ആട്ടോ ആടിയിട്ട് അങ്ങോട്ടെത്തണേ. പിന്നെ കുട്ടികളതൊന്നുമല്ല, തള്ളന്മാർക്ക് പാടാ. എപ്പോഴത് പൊളിഞ്ഞാടാ അറിയില്ല. അതൊരു അടിക്കോളി പൊളിഞ്ഞാടേ. മൊട്ട നിങ്ങൾ വൈബൊന്ന് ആലോചിക്കണം. മൊട്ട വെയിലത്ത് വന്നിട്ട് ആടുക നോക്കിയാ, ഊഞ്ഞാലാടുക. ഏതാ വൈബില്. റൂമിലെത്തുമ്പത്തിന് കരിയായിട്ട് ഇങ്ങനെ കാണാ. അപ്പൊ ഞാൻ പറയും വെയിലില്ലല്ലോ, ചൂടിലല്ലോ അറിയുന്നുണ്ട്. നമ്മ ഇതുമ്മ കയറിയേക്കാണ് ഈ സാധനം, സ്കേറ്റിംഗ് ബോർഡ്. ഞാനല്ല, മൂന്തി കുത്തി പൊളിഞ്ഞാടിട്ടേ വെറുതെ പണി ഉണ്ടാക്കാൻ വെച്ചാ. ഇവിടെ പോലീസുകാരൊക്കെ പോകുന്നുണ്ട് കണ്ടാ. ചെക്കിങ് കാര്യങ്ങളൊക്കെ കേൾക്കാം. ബാ നീച്ച് നമുക്ക് കേസ് ഇതിന്റെ സെന്റർ ഭാഗത്ത് ചെന്നോക്കാം. മറ്റേ നമ്മളെ താന്ന് മുന്നി കളിച്ചില്ലേ, അതിന്റെ വേറൊരു സാധനം ഉണ്ട്, ഞാൻ കാട്ടിത്തരാ. ഇതാക്കണേ കണ്ടോ, ഇവിടെ ഈ സാധനം കണ്ടോ. പക്ഷെ ഇത് മൊട്ട വെയിലാണ്, പേരിജാതി വെയില്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. ആന്ന് താത്താന്റെ പെങ്ങന്മാരെ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ സംഭവം നടക്കും. അങ്ങനത്തെ പരിപാടിയാണ് ഇതൊക്കെ. പിന്നെ ഗൈസ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, കുറേ അധികം. അങ്ങനത്തെ എന്താ കുട്ടികൾക്ക് കളിച്ചാൻ പറ്റിയ മെയിനായിട്ട് കുട്ടികൾക്കൊക്കെ അല്ല പാർക്കാണ്. നമ്മളെ പോലെ ഈ ഇരിക്കൊക്കെ പറ്റും, പിന്നെ ഉമ്മാക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. കണ്ടില്ല മുക്കണാക്കണ് ഗൈസ്. ലൈവായിട്ടൊരു പട്ടിയാക്കണം ഇവിടെ തൂറാൻ നിൽക്കണേട്ടാ. ഇവിടെ കയറി കുത്തരുതോ? പിന്നെ മൊട്ട വെയിലത്ത് കയറി കുത്തിയതാ പിന്നെ ചന്തി വെള്ളാക്കോ. ഉന്തി തരണം, ബാക്കൊന്ന് ഉന്തി വെക്കാം. നിക്കേ പോട്ടെ അല്ല
പൊളിഞ്ഞാടി എടുത്തോണ്ടേക്കൊണ്ടിന്ന് പൊളിഞ്ഞാറല്ലോ കേട്ടോ ഇന്ന ഷൗട്ടല്ലേ ഏതാ വൈബില്ലേ ഗൈസ് തള്ള വൈബ് എന്ന് കേട്ടിക്കണോ അതാണ് എങ്ങനെ തള്ളാർക്കും വേണ്ട എൻജോയ് ചെയ്യാണെന്നോ ചെയ്തോ എൻജോയ് ചെയ്തോ നമുക്ക് എന്തായാലും ഇനി കുറച്ചുകൂടി അപ്പുറത്തൊക്കെ പോയേക്കാ ഈ മുട്ട വെയിലത്തുനിന്ന് മാറട്ടെ ഇറക്കം വേണഞ്ഞി അപ്പൊ മാളികപ്പുറത്ത് കേറുമ്പോ ഒന്നും ഓർമ്മയില്ലയോ കാലും എത്തൂലല്ലേ ഞാൻ കേറി നമുക്കിത് കാലൊക്കെ എത്തും നമുക്ക് പിന്നെ കുഴപ്പമില്ല നമുക്ക് ഏതും സൂട്ടാവും കണ്ടോ ഹൊയ് 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 ഇറങ്ങിക്കണി ചാടി ഇറങ്ങിക്കാ അവിടെ ഒരു ബാഗ് ഒരു ബാണ്ടൊക്കെ ഇട്ട് ബാഗും തൂക്കി പിടിച്ചു എന്നിട്ട് ഇതും കൊണ്ട് ഇത് മറ്റേ വെട്ടത്തില് മറ്റോള് കൊണ്ടെടുക്കൂല ഒരു ബാഗ് അതേ വൈകാ കൊണ്ടെടുക്കണേ ഇതാണെന്നുണ്ടെങ്കിൽ കൈമ മറ്റേ മാറ്റണമില്ല എവിടെ ഇവിടെ അല്ലേ ഇവിടെ ഗൈസ് വരിക്ക് ഊഞ്ഞാല ഇവിടെ ചളിയാണല്ലേ നോക്കി പോര് പിന്നെ ഗൈസ് വേറൊരു കോമഡി ഉണ്ട് എന്താ അറിയാ ഞാൻ പറഞ്ഞതേ ഞങ്ങള് റെയിൽവേ സ്റ്റേഷന്റെ അവിടെയാണ് ഞങ്ങള് ചായ കുടിക്കാൻ കയറിയത് രാവിലെ ചായ കുടിക്കാൻ കയറിയിട്ട് അവിടുന്ന് നേരെ ഇറങ്ങുന്ന ടൈമില് എന്താണ്ടായത് ഓട്ടോറിക്ഷക്കാര് നമ്മളാണ് ചുറ്റിക്കണേ എന്നിട്ട് ഓടി നമ്മളെ പൊടുന്നില്ല ഒരാള് വണ്ടി വരിക ഞാൻ കൂടെ 150 റുപ്യ തന്നാ മതി പക്ഷെ നമ്മളിവിടെ ഇന്റർനെറ്റ് വന്ന് നോക്കുമ്പോ 90 റുപ്യ ഇതെന്താ അറിയാ ഗൈസ് ഞങ്ങളുണ്ട് ചായ പിടിച്ച് പുറത്ത് കണ്ട് ഇറങ്ങലോ ഒരു ടീം ഒന്നാണ് ഞങ്ങളെ പൊതിഞ്ഞു അപ്പുറത്തുനിന്ന് വേറെ ടീം ഒന്നാണ് പൊതിഞ്ഞു എന്നിട്ട് ഓടി രണ്ടാളും കച്ചറ ഇത് ഞങ്ങൾക്ക് വന്ന ആളാണ് പറഞ്ഞിട്ട് മറ്റുള്ള അറിയാം ഇല്ല അവിടുന്ന് വന്ന ആളാണ് ആകെ കച്ചറ അപ്പൊ ഞങ്ങൾ എന്താ റെഡിയെ ഇവർ രണ്ടാളും തർക്കിച്ചോണ്ട് കുത്തിരിക്കല്ലേ ഞങ്ങൾ അതിന്റെ അടിയിൽ നിന്നാണ് മണ്ടി ഓർമ്മ എന്തായിരുന്നു അന്ന് ഒരു സിനിമയിലില്ലേ മോഹൻലാലിന്റെ ശ്രീനിവാസൻ ഓല പിന്നാലെ കാളവണ്ടിയും കൊണ്ട് പിന്നാലെ കൂടി ഓട്ടോറിക്ഷയും കൊണ്ട് ആൾക്കാർ പിന്നാലെ കൂടൂലേ തീ കയറിക്കൊണ്ട് കൊറേ ആൾക്കാർ അന്നാ മാതിരി എനിക്ക് ഓർമ്മ വന്നതല്ല എന്തോ ആയിക്കോട്ടെ അപ്പൊ ഗൈസ് അങ്ങനെയാണ് വിടണില്ലേ ഞങ്ങളെ ആളോട് കുടുങ്ങിയിട്ട് അറിയോ കാരണം ഇവരുടെ നമുക്ക് ഭാഷ അറിയില്ല ഏത് കാടൻ ലാംഗ്വേജ് ആണോ ഓലൊക്കെ സംസാരിച്ചത് ഞങ്ങൾ എന്നിട്ട് അവിടുന്ന് ഇറങ്ങിയാലും മണ്ടി എന്നിട്ട് കുറച്ചുകൂടി അപ്പുറത്ത് പോയിട്ട് പിന്നെ അവിടുന്ന് ഏതൊരു ഓട്ടോറിക്ഷ വേർത്ത് പോകണ്ടേ എന്നിട്ട് അതിന് നിർത്തിച്ചാണ്ട് ഞങ്ങൾ പോന്നു 90 റുപ്യ ആയിട്ടുള്ളൂ ഒരു 200 150 അങ്ങനെയാണ് ഇങ്ങനെ ഉത്തരിക്കുക അല്ലേ ലോക്കായി അതായത് മറ്റേ തേനീച്ച കൂട്ടില് കല്ലിട്ട മൈക്ക് എന്നിട്ട് ഓടി രണ്ടാളും തമ്മിൽ തല്ലൂടുക അവിടുത്തെ ആൾക്കാർ തമ്മിൽ ഞങ്ങൾ എന്നിട്ട് വേഗം അവിടുന്ന് മിന്നി അറിയാത്ത സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാല് അവസ്ഥ ഈ മംഗലാപുരത്തൊക്കെ വന്നവർക്ക് മനസ്സിലാവും റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ഓട്ടോറിക്ഷക്കാരെങ്ങനെയാന്ന് അനുഭവം എല്ലാവർക്കും മനസ്സിലാവും ഒരു പട്ടിയാക്കണം മടക്കണ് കൊണ്ടുപോയാലോ അവരാണെങ്കിൽ ഇതുകൊണ്ട് പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ പെണ്ണുങ്ങളെ ഒറ്റക്കൊക്കെ പോകുകയാണെങ്കിലേ നല്ല ശ്രദ്ധ വേണം എന്തായാലും ഗൈസ് വേർക്കണ് വെയില് ചൂടായി വരുന്നു പച്ച വെള്ളം പോലും വാങ്ങിയിട്ടില്ല പുറത്തുനിന്ന് വെള്ളം വാങ്ങേണ്ടി വരുന്നു സാധാരണ ഇതില് ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടൊക്കെ കയറണ്ടേ അതായത് ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ എന്തെങ്കിലും ഉണ്ടാവും ഇപ്രാവശ്യം ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ കാരണം ഫെസ്റ്റിവൽ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് തോന്നുന്നത് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഇനി പുറത്തേക്ക് പോട്ടെ നമ്മൾ വേറൊരു സാധനം കൂടി ട്രൈ ചെയ്ത് വെക്കാൻ പോവാണ് ഇമ്മാനെ നമ്മൾ ഇതുമ്മ കയറ്റാൻ വേണ്ടി പോവാണ് ഹലോ കയറി കുട്ടിയാക്കുള്ള സാധനമാണ് എന്നാലും ഉമ്മയും കയറിക്കോ കുട്ടിയാണ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയാണ് മതി ഉമ്മുകുട്ടി എവിടെയൊക്കെ ഇരിക്കും മനസ്സിലായി എങ്ങനെ ഇറങ്ങേണ്ടി അറിയോ ആട്ടെ ഏതാ പ്രായം നോക്കിയാ കൈസ് നേരെ പോയല്ലേ എന്റെ ഫാൻ്റെ ചളിയോ അതാണ് എനിക്ക് പേടി ഞാനൊരു റൈഡ് കയറി നോക്കട്ടെ ഇങ്ങനെ നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് പോന്നു ആൾക്കാരൊക്കെ നോക്കണ്ടോ ഇല്ല ഭാഗ്യം നീച്ചു പോര് ഇനി ഏതാ വണ്ടിയേ ഇനി അവിടെ എന്തൊക്കെയാ ഉണ്ടല്ലോ അവിടെ എന്തൊക്കെ കറങ്ങണ സാധനം ഉണ്ട് ഗൈസ് കണ്ടോ അവിടെ ഒരു അവിടെ അല്ല അവിടെ ഒരു കറങ്ങണ സാധനം ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് അരി മച്ചികേ ആ മോരുവെള്ളം വേണോ ഈ ചൂടില് മോരും വെള്ളം എന്നാ 2 മോരും വെള്ളം എടുത്തോളി ഗൈസ് മോരും വെള്ളം ചൂടിൽ കുടിച്ചാൽ നല്ലതാണ് തോന്നുന്നത് അപ്പൊ നമുക്ക് മോരും വെള്ളം കുടിക്കാം ചേച്ചിയുടെ സ്ഥലം എവിടെ സ്ഥലം ഇവിടെ തന്നെ മലയാളം എങ്ങനെ അറിയാം കേരള അങ്ങനെ അറിയല്ലേ ഗൂഗിൾ പേ അല്ലേ ആ അപ്പൊ കുഴപ്പമില്ല ചായ ഉണ്ട് മോരും എന്നാ ഉമ്മാക്ക് ചായ എനിക്ക് മോരും വെള്ളം മോരും വെള്ളം
ചൂടില് ഞങ്ങള് വെള്ളം എടുത്തില്ലേ, ഒരു തേങ്ങ എടുത്തില്ലേ, ഇതൊന്ന് കിട്ടിയത് നന്നായി. താങ്ക് യു ചേച്ചി. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് മെല്ലഞ്ഞ് ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കട്ടെ ഗൈസ്. അവിടുത്തെ എവിടെ പോയത്, എവിടെ നമ്മൾ പോയില്ലേ, പൂന്തോട്ടൊക്കെ കാണാന് ഗൈസ്. പാർക്ക് പോയതാണ്. പാർക്കിൽ പോയിട്ട് കുറച്ച് നേരം നടത്തിന് മഴ ചെയ്തു. അപ്പൊ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഇതാക്കണേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ മണ്ടി ഇതാക്കണ കാലൊക്കെ കയറ്റിയിട്ട് ഇതാക്കി മണ്ടി പോകുന്നു. ഇപ്പൊ ഇതാക്കണ ഹോട്ടലിൽ വന്ന് എത്തിക്കണേ. എന്താ ഓർഡർ ചെയ്യണേ, എന്താ കഴിക്കാൻ, എന്താ പറഞ്ഞു, എന്താ പറഞ്ഞു, എന്തൊക്കെയല്ലേ തുറന്നു കഴിക്കാം. അല്ല ഒരു വണ്ടിക്ക് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ് അതൊക്കെ, നൂഡിൽസ് ഉണ്ട്, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്. ആവു ഓരോ സാധനങ്ങളൊക്കെ കണ്ടിട്ട് തല പിന്നണ്, വിലയും കാണുമ്പോഴും തല പിന്നണ്. എന്താ വണ്ടിയെ എന്തേക്കണേ ഉമ്മമ്മല്ലേ ഗൈസ്. പിന്നെ ഒരു കാര്യം ഒറ്റ പറയാൻ മറന്നു, ഉമ്മമാരി മോട്ടിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പക്ഷെ നടന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉമ്മമാർക്ക് ട്രാവൽ ചെയ്യാൻ അധികം പറ്റൂലല്ലോ, ബുദ്ധിമുട്ടായപ്പോ ഉമ്മമാർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ മോട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിനവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ, ഉമ്മമാർക്ക് വരാൻ പറ്റില്ല, അവർ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് മോട്ടിനവിടെ വന്നു. പ്രാവശ്യമെങ്കിലും എല്ലാവരും കൊണ്ടുവന്നിട്ട് നമ്മൾ നാളെ കാണിച്ചു തന്നില്ല ബീച്ചൊക്കെ, അവിടെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചില്ല, എല്ലാ റൈഡിലൊക്കെ കയറുന്നത്. പക്ഷെ നടന്നില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം ആക്കുന്നു. ആണോ, ഏതാണ് ക്വാർട്ടർ പറയുമ്പോ എത്ര ആൾക്കാർക്ക് ഉണ്ടാവും? ഒരാൾക്ക്. എന്ത് അൽഫാമ എന്താ വേണ്ടിയ, ഹണിയാണോ അതോ പെരി പെരി? പെരി പെരി ആകുമ്പോ എരിവുണ്ടാവും. പിന്നെ സാധാ അൽഫാമോ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ ആയിക്കോളി കേട്ടോ. ആ എന്നാ 2 മന്തി, 2 സാധനം കുടിക്കാൻ എന്തെങ്കിലും. ആ മന്തി കഴിക്കുന്നു, ഓർഡർ പറഞ്ഞേക്കണ്. അതൊക്കെ അത് മറ്റേ വേണമെന്നും പറഞ്ഞിട്ട് ഹണി എന്താ പറ്റാതെ, ചോറും മധുരം കൂടി ആവുമ്പോ രസം ഉണ്ടാവും. പെരി പെരി അടിപൊളിയാണ്. പക്ഷെ എനിക്കിപ്പോ എരി കൂട്ടേണ്ട വിചാരിച്ചിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ പെരി പെരി ആക്കാൻ സാധാ അൽഫാമെങ്കിൽ സാധാ അൽഫാം അത് കഴിക്കട്ടെ. എന്തായാലും ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ പോട്ടെ. ഇന്ന് ചെറിയൊരു വീഡിയോ ഉണ്ടോ, ചെറിയൊരു വീഡിയോ നമ്മൾ എടുക്കാൻ വിചാരിച്ചത്. അതെ അതെ ഗൈസ്. ഇന്നിപ്പോ ഇങ്ങനെ വർക്കിന്റെ അടിക്കൽ ഇട്ടപ്പോഴേ നമ്മളെ നാട്ടിൽ നിന്ന് എല്ലാവരും കൂടി വ്ലോഗ് എടുക്കണം വിചാരിച്ചു. പക്ഷെ അത് നടന്നില്ല. പെട്ടെന്നാണ് ഇവര് വിളിച്ചാൽ പെട്ടെന്ന് ചെയ്യും വെച്ചിട്ട് ഞാനും അനു മാത്രമുള്ള ആരും കാണാതെ പോകല്ലേ. അതെ എല്ലാരും കാണും, സപ്പോർട്ട് ചെയ്യും ഗൈസ്. അപ്പൊ ഓക്കെ, നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഫുഡ് എത്തട്ടെ ആദ്യം. ഫുഡ് എത്തിയിരിക്കുന്നു. നമ്മ എടുത്തോളി. കോരിയാണല്ലേ, കോരി എത്തി. ചോദിച്ചു ഞാൻ അങ്ങോട്ട് ഇരിക്കട്ടെ എന്നാ, മറ്റേ ഇവിടെ ഇരുന്നപ്പോ ഒരു സുഖം കിട്ടില്ല. ഓക്കെ കഴിക്കൂ കഴിക്കൂ, ഇത് മതി. ആ നമ്മ ഒരിട്ട് നോക്കും. ചെസ്റ്റിലെ പ്രോട്ടീൻ കൂടുതലല്ലേ, വേണമെങ്കിൽ കഴിച്ചോ. ഈ മന്തിന്റെ മെയിൻ ആള് ഉമ്മമ്മയാണ്. പക്ഷെ ഉമ്മമ്മ യോഗല്ലേ ഉമ്മമാക്ക്. ഉമ്മമാക്ക് നമുക്ക് പെരുന്ന കഞ്ഞി വാങ്ങി കൊടുക്കാം അല്ലേ. ഉമ്മമാക്ക് ക്ഷീരാണ് കേസ്, ദൂരത്തിന്റെ പ്രശ്നമുണ്ട്. നമുക്ക് എല്ലാരും കൂടി ഉണ്ടാകുമ്പോ പിന്നെ കുഴപ്പമില്ല, ആ ഒരു മൈൻഡിലൊക്കെ പോവുക. എന്നാൽ തന്നെ എറണാകുളം പോയിട്ട് തന്നെ നമ്മൾ ആകെ കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയണാക്കിയത് അത് അല്ലേ. കഴിക്ക് കഴിക്കും, മയനസ് എല്ലിട്ട് കഴിക്ക്. മന്തി എങ്ങനെ ഉണ്ട് നോക്ക്. മയനസ് എല്ലാം കൂട്ടാൻ ചോറ് എങ്ങനെയുണ്ട്? ചോറാണ് മെയിൻ ആയിട്ട് മാറ്റം ഉണ്ടാവല്. പീസ് ഉണ്ടാവില്ല. പീസ് എല്ലായിടത്തും സെയിം തന്നെ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ഉമ്മമാനെ അല്ല ഉമ്മാനെ കൊണ്ടുവന്നിട്ട് മംഗലാപുരത്ത് രസം ഉണ്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തിന്ന് ഉമ്മാനെ അധികം പറ്റിയിട്ടില്ലേ. പ്രാവശ്യത്തെ കുഴപ്പമില്ലാന്നാ പറഞ്ഞേ. ചിലയിടത്തത് പറ്റൂല, അതാണ് റൈസ് അരി വ്യത്യാസം ഉണ്ടാവില്ലേ. ഈ ഒരു എനിക്ക് കണ്ടിട്ട് കുഴപ്പമില്ല തോന്നണേ അല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇനി റൂമിൽ പോട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് ആയിട്ട് കാണാം. അതെല്ലാവരും ചിലവഴിക്കും ഗൈസ്. പിന്നെ എല്ലാവരും മോട്ടനെയും അമ്മാനെയും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കൊണ്ടുവരാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ബൈ ഗൈസ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും കാണീട്ടോ, മാത്രമുള്ള കാണാക്കല്ലേ.